പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഹനുമാൻ അങ്ങനെ ഇന്ന് കണ്ടു. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് പടം കാണാൻ പറ്റിയത്. കുറെ സ്ഥലത്തെ ഷോർട്ട് ടൈമുകളുടെ ഒരു ബുദ്ധിമുട്ടും പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ആമ്പല്ലൂർ ചാന്ദവി സിനിമാസ് എന്നാണ് ഞാൻ ഈ പടം കണ്ടത്. ആദ്യം തന്നെ തിയേറ്റർ മാനേജ്മെന്റിനോട് ഞാൻ എന്താ പറയുക, ഒരു നന്ദി പറയാണ്. കാരണം മിനിമം ഒരു 10 പേരെങ്കിലും ഇല്ലാണ്ട് പടം ഓടിക്കില്ല എന്ന് അവർ എഴുതി വെച്ചിരുന്നു. ബട്ട് ഒരു 7 പേരൊക്കെ ആയപ്പോഴേക്കും അവർ പടം വിട്ടു തന്നു. അതിന് ഏറ്റവും വലിയ താങ്ക്സ്. പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവുകളിൽ ഫസ്റ്റ്, ഈ സിനിമയിൽ ഹനുമാനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല സീനുകളും, ഈവൻ പടത്തിന്റെ തുടക്കത്തിലുള്ള ടൈറ്റിൽ കാർഡിലായാൽ പോലും, അല്ലെങ്കിൽ ഹനുമാന്റെ ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ സീനുകളിലും അതിന്റെ ആ ഒരു BGMകൾ അങ്ങനെയുള്ള വന്ന സീനുകളിലൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കായാലും പോലും അത്രയും ആ ഒരു ഡിവൈൻ ഫീല് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാനായിട്ട് പ്രശാന്ത് വർമ്മയ്ക്ക് പറ്റി എന്നുള്ളതാണ്. ഈവൻ അഞ്ജനാദ്രിയിലെ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് കാണിക്കുമ്പോൾ പോലും ആ ഹനുമാന്റെ വലിയ രീതിയിലുള്ള സ്റ്റാച്ചു ഒക്കെ ശരിക്കും കാണുമ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇടയിലൊക്കെ കൂടി പോയിട്ട് ആ ഗ്രീനറിയിൽ അതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു രോമാഞ്ചം കൊണ്ടുവരാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഫീൽ അവിടെ, ആ ഒരു ഇന്റൻസിറ്റി ശരിക്കും നമുക്ക് അവിടെ അറിയാൻ പറ്റി. എനിക്ക് അതിന്റെ ആ ഒരു ഫീലുള്ള ആളുകൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് എങ്ങനെയാണ് ഹനുമന്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഹനുമാന്റെ സൂപ്പർ പവേഴ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആ ഒരു സംഭവത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുള്ള കൺവിൻസിങ് ആയിരുന്നു. അത് തന്നെയായിരുന്നു സിനിമയുടെ എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യം. ആൻഡ് മിനൈറോയുടെ മൈക്കിൾ എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പർ ഹീറോ ആവാൻ മോഹിച്ച് അതൊരു ഒബ്സെഷനായി മാറി ഏതറ്റം വരെയും അല്ലെങ്കിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ക്യാരക്ടറിന്റെ നല്ല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്തു. അദ്ദേഹത്തിന് മുമ്പത്തെ സിനിമകളിലൊക്കെ വില്ലൻ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിലും അതെ, ആ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് പല സീനുകളിലും ഈവൻ സെക്കൻഡ് ഹാഫിലാണ് കുറെ കൂടി സ്ക്രീൻ സ്പേസ് ആൾക്കുള്ളത് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ഇന്റർവെൽ ഒക്കെ ആകുമ്പോഴാണ് ആള് വരുന്നത്. ആ ഒരു സീനിലൊക്കെ ആള് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ആൻഡ് ഈവൻ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു പെർട്ടിക്കുലർ സീൻ, നിങ്ങൾ പലരും ഈ സിനിമയുടെ ക്ലൈമാക്സിലെ ഒരു ഷോർട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സീൻ ശരിക്കും കാണുമ്പോൾ ആ ഒരു ഫീല് വേറെ ലെവൽ തന്നെയായിരുന്നു. ജയ് ഹനുമാൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് മൂവി ആയിട്ടുള്ള രീതിയിൽ അനൗൺസ് ചെയ്തിട്ടാണ് നിർത്തിയിട്ടത്. 2025 പടം റിലീസ് ആവും. ആൻഡ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ്. ആൻഡ് നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ അത് എടുത്തു പറയാതെ വയ്യ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പടത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഫ്ലോയിൽ ഇങ്ങനെയുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മൾ എന്താ പറയുക, ഇതിനിടയിലേക്ക് കൊണ്ടുവരുന്ന ചില ഇന്റർ കണക്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതിന്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റോറികളൊക്കെ ഒരു അഴകുഴഞ്ച മട്ടിലായിരുന്നു. സ്ഥിരം ടിപ്പിക്കൽ തെലുങ്ക് മൂവികളിലത്തെ റൊമാൻസ് ട്രാക്കും നായകന്റെ ശിങ്കിടിയായിട്ട് വന്നിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. ഭയങ്കര വെറുപ്പിക്കൽ അഭിനയമായിരുന്നു. ബാക്കി എല്ലാ ആൾക്കാരും അതെ എന്തൊക്കെയോ വന്ന് കാണിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അതിന്റെ ഇടയിൽ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു അഞ്ജനാദ്രിയിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ, ഈവൻ അഞ്ജനാദ്രിയിലും മറ്റുള്ള ഒരു സൈഡ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി പ്രേക്ഷകനെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരായിരുന്നു. ബട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ തെലുങ്കിൽ പറഞ്ഞു പഴകിയ സ്ഥിരം സാധനങ്ങൾ ഇട്ടിട്ട് വെറുപ്പിച്ച് വെറുപ്പിച്ച് അറ്റേ പോയിന്റിൽ നിങ്ങൾ കാര്യത്തിലോട്ട് വാടോന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന കുറെ സീനുകളായിരുന്നു. അത് തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ പോരായ്മ, അല്ലെങ്കിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ്. ആ ഒരു ഭാഗമൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി നമ്മൾക്കൊരു കോമിക് ബുക്ക് വായിക്കുന്ന പോലുള്ള ഒരു ഫീലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയാണ്. ഈവൻ സിനിമയുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നായികയായിട്ടുള്ള റൊമാൻസ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഈവൻ ഇങ്ങനെയുള്ള ഒരു കഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആൾക്കാർ അതിലേക്ക് ഒന്ന് എന്റർടൈൻ ചെയ്തിരുത്തണം. ബട്ട് അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു റൊമാൻസ് കൊണ്ടുവരാണെങ്കിലും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് വെറുപ്പിച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ എങ്ങനെയെങ്കിലും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് മതിയായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചു. ആൻഡ് അതായിരുന്നു ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ആൻഡ് VFX അതൊക്കെ അവർക്ക് 25 കോടി രൂപയാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്. ഈ 25 കോടിയിൽ നിന്നിട്ട് തന്നെ മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഈ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ മിന്നൽ മുരളിയുടെ ബഡ്ജറ്റ് ഒന്ന് എടുത്തു നോക്കി. മിന്നൽ മുരളിയുടെ ബഡ്ജറ്റ് ഒരു 18 കോടിയുള്ളൂ. ബട്ട് ആ പടത്തിലെ ബഡ്ജറ്റ്, ആ പടത്തിലെ VFX ഒക്കെ അത്യാവശ്യം ഇതിനേക്കാളും കിടിലനായിരുന്നു. ആൻഡ് സ്റ്റോറി ലൈനും അതെ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇതില് എന്താ പറയാ, ഇത്രയും 25 കോടി ആയാൽ പോലും ബട്ട് ഈ ഒരു VFX ഇവർക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് സ്റ്റോറിയെങ്കിലും ഇവർക്ക് കുറച്ചും കൂടി നന്നാക്കായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കിടിലൻ സാധനങ്ങൾ അവർ ഈ സ്റ്റോറിയിൽ പലയിടങ്ങളിലും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈവൻ ഹനുമാനെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന സീനിൽ ആ ഒരു എന്താണോ പറയാൻ ഉദ്ദേശിച്ചുള്ളത് ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് തരാൻ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ബാക്കി ഇടയിലുള്ള സാധനങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ കയറ്റി വെറുപ്പിക്കുന്നതിനുള്ള ലേലം വിളി നടക്കുന്ന പോലെയായിരുന്നു ഇടയിൽ. അതായിരുന്നു പടത്തിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ്. ഈവൻ ബാക്കിയുള്ള കാസ്റ്റ് മെമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വരലക്ഷ്മി അതുപോലെ വെണ്ണലകൃഷ്ണൻ അവർക്കൊക്കെ ഉള്ള റോളുകൾ അവർക്ക് സാധാരണ ഒരു റൂട്ടീൻ റോളുകൾ തന്നെയായിരുന്നു. ഒരു ബാക്കിയുള്ള റോൾസ് ആയിട്ടൊന്നും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ അധികം എവിടെയും തോന്നിയില്ല. മെയിൻ ആയിട്ട്
എന്താണോ അവർ പറയാൻ ഉദ്ദേശിച്ചത്, സൂപ്പർ ഹീറോ മൂവിയിൽ എങ്ങനെ ഹനുമാനായിട്ട് കണക്ട് ആകുന്നു, ആ ഒരു ഫാക്ടർ ഇവിടെ വർക്ക്ഔട്ട് ആയി. ആൻഡ് ഈവൻ നോർത്ത് ലോക സിനിമയ്ക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ സെക്കൻഡ് പാർട്ടിലേക്കുള്ള രീതിയിലാണ് പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് പ്രശാന്ത് വർമ്മയ്ക്ക് ഇനിയും ഒരുപാട് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയ സക്സസ് കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പൊ ഇവൻ ഇനി എഴുതാൻ എന്താ പറയാ സ്ക്രിപ്റ്റിൽ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവരുന്ന കഥയിൽ കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റട്ടെ. ആൻഡ് ഇങ്ങനെയുള്ള കുറെ പോരായ്മകൾ ആയിരുന്നു ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആൻഡ് പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച എന്താ പറയാ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഫാക്ടേഴ്സ് വലിയ രീതിയിൽ ബാധിച്ചായിട്ട് തോന്നി. ഈ മെയിൻ ആയിട്ട് അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഹനുമാന്റെ കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർ പവേഴ്സും അല്ലെങ്കിൽ ഹനുമാനെ മെൻഷൻ ചെയ്യുന്ന പല സീനുകളും അങ്ങനെയുള്ള സീൻസ് ഒക്കെ നല്ല ഗൂസ് ബമ്പ് തന്നു. ആൻഡ് ആ ഒരു സീൻ ആ സീൻസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടയിലുള്ള കുറെ വെറുപ്പിക്കൽ സീൻസ് തന്നെയായിരുന്നു ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഫീൽ കളഞ്ഞത്. ആൻഡ് ആ ഒരു കാര്യം നെക്സ്റ്റ് പടത്തിൽ ആൾക്ക് മാറ്റാൻ പറ്റട്ടെ. ബാക്കിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു യൂണിവേഴ്സ് ആൾ ക്രിയേറ്റ് ചെയ്യാനിട്ടുള്ളതൊക്കെ സംഭവം അവിടെ സെറ്റാണ്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ പടത്തിന് ജയ് ഹനുമാൻ എന്നുള്ള ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള പടത്തിലേക്ക് ശരിക്കും ആൾക്ക് ഒരു ബേസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റട്ടെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അൺടിൽ ദെൻ